നമസ്കാരം, ഞാൻ റജിന ഇസ്മായിൽ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ആഗോളതലത്തിൽ വീണ്ടും നേട്ടവുമായി ബഹ്റൈൻ വിമാനത്താവള പാസ്പോർട്ട് സർവീസ്. ആഗോളതലത്തിൽ പ്രശസ്തി നേടി ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പാസ്പോർട്ട് സർവീസ് 2025 സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് അവാർഡ്സിൽ പാസ്പോർട്ട് സേവനങ്ങൾക്ക് ലോകത്ത് 3ാം സ്ഥാനം നേടിയാണ് വിമാനത്താവളത്തിലെ പാസ്പോർട്ട് സർവീസ് രാജ്യത്തിന്റെ പ്രശസ്തി ഉയർത്തിയത്. തുടർച്ചയായി 2ാം തവണയാണ് മികച്ച എയർപോർട്ട് പാസ്പോർട്ട് സേവനങ്ങൾ എന്ന വിഭാഗത്തിൽ ഈ നേട്ടം വിമാനത്താവളം സ്വന്തമാക്കുന്നത്. ഈ നേട്ടം ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തെ ലോകത്തെ മികച്ച വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ എത്തിച്ചു. കാര്യക്ഷമവും വേഗത്തിലുള്ളതുമായ നടപടിക്രമങ്ങൾ, വിമാനത്താവളത്തിനുള്ളിലെ തടസ്സമില്ലാത്ത നീക്കുപോക്കുകൾ, സന്ദർശകരെ സ്വാഗതം ചെയ്യുന്ന പാസ്പോർട്ട് കൺട്രോൾ ജീവനക്കാരുടെ ആതിഥ്യ മര്യാദ, പ്രൊഫഷണലിസം എന്നിവ വിലയിരുത്തി കർശന മാനദണ്ഡങ്ങളുടെ ഫലമായാണ് ഈ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. കൂടാതെ നൽകുന്ന സേവനങ്ങളിൽ യാത്രക്കാർക്കുള്ള സംതൃപ്തിയുടെ തോതും ഈ നേട്ടത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. എമിഗ്രേഷൻ നടപടികളും സേവനങ്ങളും മികച്ചതാക്കാനുള്ള ആഭ്യന്തരമന്ത്രി ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയുടെ ശ്രദ്ധയും പരിശ്രമവും പിന്തുണയുമാണ് ഈ നേട്ടം തുടർച്ചയായി നേടാൻ വിമാനത്താവളത്തിന് കഴിഞ്ഞതെന്ന് നാഷണാലിറ്റി പാസ്പോർട്ട് റെസിഡൻസി അഫയേഴ്സ് അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഹിഷാം ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ഖലീഫ പറഞ്ഞു. നേട്ടത്തിന് കാരണക്കാരായ എയർപോർട്ട് സ്റ്റാഫ് അംഗങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു. പട്ടികയിൽ ബഹ്റൈന് മുന്നിൽ ഹോങ്കോങ് വിമാനത്താവളവും സിംഗപ്പൂരിന്റെ ചാങ്കി വിമാനത്താവളവുമാണ് യഥാക്രമം 1ഉം 2ഉം സ്ഥാനത്തുള്ളത്. വനിതാ ജീവനക്കാരുടെ പ്രസവാവധി ഉയർത്തണം, നിർദ്ദേശത്തിന് പാർലമെന്റ് അംഗീകാരം. സ്വകാര്യ മേഖലയിലെ വനിതാ ജീവനക്കാർക്ക് ശമ്പളത്തോടെയുള്ള പ്രസവാവധി 60 ദിവസത്തിൽ നിന്ന് 70 ദിവസമായി വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം ഐക്യകണ്ഠേന അംഗീകരിച്ച് MP-മാർ. 2012 തൊഴിൽ നിയമം ഭേദഗതി ചെയ്യുന്ന കരട് ബിൽ MP ഫനാൻ ഫർദാന്റെ നേതൃത്വത്തിലെ 5-അംഗ സമിതിയാണ് സമർപ്പിച്ചത്. നിർദ്ദേശം തുടർ അനുമതിക്കായി സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. നിയമത്തിലെ ആർട്ടിക്കിൾ 32A ഭേദഗതി ചെയ്യുന്നത് പ്രകാരം ശമ്പളത്തോടു കൂടിയുള്ള പ്രസവാവധി 70 ദിവസമായി വർദ്ധിപ്പിക്കുകയും ആവശ്യപ്പെടുകയാണെങ്കിൽ 15 ദിവസത്തെ ശമ്പളമില്ലാത്ത അധിക അവധിക്ക് കൂടി അർഹതയുമുണ്ടാകും. കുടുംബ ഉത്തരവാദിത്തങ്ങൾ മെച്ചപ്പെടുന്നതിനായി സ്ത്രീകളെ പിന്തുണയ്ക്കുന്ന രാജ്യത്തിന്റെ പ്രതിബദ്ധത മുൻനിർത്തിയാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്ന് ഫർദാൻ പറഞ്ഞു. പ്രസവാവധി നീട്ടി നൽകുന്നതിലൂടെ ജോലിക്കാരായ അമ്മമാർക്ക് സുഖം പ്രാപിക്കാനും കുട്ടിക്ക് വേണ്ടതായി പരിചരണം നൽകാനും ആവശ്യമായ സമയം ലഭിക്കും. ഈ കാലയളവ് മാതൃശിശു ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതവുമാണെന്നും MP-മാർ പറഞ്ഞു. എന്നാൽ നിർദ്ദേശത്തിന് മറ്റ് MP-മാരിൽ നിന്ന് സമ്മിശ്ര അഭിപ്രായമായിരുന്നു ലഭിച്ചത്. ഗോൾഡൻ റെസിഡൻസി വിസയ്ക്കായി ബഹ്റൈൻ ഔദ്യോഗിക വെബ്സൈറ്റും ഹോട്ട്ലൈനും ആരംഭിച്ചു. നിക്ഷേപം ആകർഷിക്കുന്നതിനും സാമ്പത്തിക മത്സരശേഷി ശക്തിപ്പെടുത്തുന്നതിനും വിവിധ മേഖലകളിലുടനീളം പുരോഗതി കൈവരിക്കുന്നതിനുമുള്ള ദേശീയ ശ്രമങ്ങളെ ഈ സംരംഭം പിന്തുണയ്ക്കുന്നുവെന്ന് അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സാമ്പത്തിക വീണ്ടെടുക്കൽ പദ്ധതിയുടെ ഭാഗമായി 2022 അവതരിപ്പിച്ച ഗോൾഡൻ റെസിഡൻസി പ്രോഗ്രാം യോഗ്യതയുള്ള വ്യക്തികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും രാജ്യത്ത് സ്ഥിരതാമസം നേടാൻ പ്രാപ്തമാക്കുന്നു. ഗുണഭോക്താക്കളിൽ നിക്ഷേപകർ, സ്വത്തുടമകൾ, കലാകാരന്മാർ, അത്ലറ്റുകൾ, പ്രത്യേക വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾ, ദീർഘകാലം സേവനമനുഷ്ഠിക്കുന്ന ജീവനക്കാർ എന്നിവർ ഉൾപ്പെടുന്നു. സുസ്ഥിര വികസന മന്ത്രിയും ബഹ്റൈൻ സാമ്പത്തിക വികസന ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവുമായ നൂർ ബിൻത് അലി അൽ ഖുലൈഫ് ബഹ്റൈന്റെ തന്ത്രപരമായ സ്ഥാനവും പിന്തുണയുള്ള ബിസിനസ് അന്തരീക്ഷവും ഊന്നിപ്പറയുകയും ആഗോള പ്രതിഭകൾക്കും നിക്ഷേപകർക്കും സമഗ്രവും അഭിവൃദ്ധി പ്രാപിക്കുന്നതുമായ ഒരു ആവാസ വ്യവസ്ഥ വളർത്തുന്നതിൽ പ്രോഗ്രാമിന്റെ പങ്ക് എടുത്തു കാണിക്കുകയും ചെയ്തു. വെബ്സൈറ്റിന്റെയും ഹോട്ട്ലൈനിന്റെയും സമാരംഭം പരിപാടിയുടെ പ്രവേശനക്ഷമതയും ദൃശ്യപരതയും വർദ്ധിപ്പിക്കുമെന്ന് അവർ അഭിപ്രായപ്പെട്ടു. വേഗപ്പോരിന്റെ മഹാമാമാങ്കമായ ഫോർമുല 1 ബഹ്റൈൻ ഗ്രാൻഡ് പ്രീക്കിന് ട്രാക്കുണർന്നു. സാക്കിറിലെ ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ട് ഇനിയുള്ള 3 ദിന രാത്രങ്ങൾ ഇനി ആവേശ തിരമാലയ്ക്ക് സാക്ഷിയാകാൻ ഒരുങ്ങുകയാണ്. തീ പിടിക്കുന്ന വേഗതയിൽ ട്രാക്കുകളിൽ ആദ്യ 2 ദിനം പ്രാക്ടീസ് മത്സരങ്ങളും ഫോർമുല 2, ഫോർമുല 3 മത്സരങ്ങളുമാണ് നടക്കുക. 2ാം ദിന ക്വാളിഫയിംഗ് മത്സരങ്ങളും അരങ്ങേറും. 3ാം ദിനമായ ഏപ്രിൽ 13 വൈകിട്ട് 6-നാണ് 57 ലാപ്പുകളുള്ള ഫോർമുല 1 പ്രധാന മത്സരത്തിന് ട്രാക്ക് സാക്ഷിയാവുക. കായിക രംഗത്തെ സൂപ്പർ സ്റ്റാർ ഡ്രൈവർമാരും അവരുടെ ടീമുകളും ഇതിനോടകം ബഹ്റൈനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ട്രാക്കിലും പുറത്തും റെക്കോർഡ് നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു ഇവന്റിനാണ് അരങ്ങൊരുങ്ങുന്നത്. ഓസ്ട്രേലിയ, ചൈന, ജപ്പാൻ എന്നിവിടങ്ങളിലെ മത്സരങ്ങൾക്ക് ശേഷമാണ് F1 ടീം ബഹ്റൈനിലെത്തുന്നത്. കഴിഞ്ഞ വർഷം ബഹ്റൈൻ ഗ്രാൻഡ് പ്രീ ദിനങ്ങളിൽ 1 ലക്ഷം പേരും റേസ് ദിനത്തിൽ 37,000 പേരുമാണ് കാഴ്ചക്കാർ. ഇക്കൊല്ലം അതിലേറെ ആളുകളെ പ്രതീക്ഷിക്കുന്നു.
പ്രവാസി ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ നിന്നും വരിസംഖ്യ കുടിശ്ശിക വരുത്തിയവരുടെ അംഗത്വം ചട്ടവിരുദ്ധമായി റദ്ദാക്കുന്നതിനെതിരെ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. എതിർകക്ഷികളായ കേരള സർക്കാരിനും പ്രവാസി ക്ഷേമ ബോർഡിനും നോട്ടീസ്. 62 വയസ്സ് കഴിഞ്ഞ പ്രവാസികളുടെ ക്ഷേമനിധി അംഗത്വം കേരള പ്രവാസി ക്ഷേമനിധി 2009 വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ഏകപക്ഷീയമായി റദ്ദാക്കുന്ന പ്രവാസി ക്ഷേമ ബോർഡിന്റെ തീരുമാനത്തിനെതിരെ പ്രവാസി ലീഗൽ സെല്ലിന്റെ നിയമ പിന്തുണയോടെ ഹൈക്കോടതിയെ സമീപിച്ച നന്ദകുമാറിന്റെ റിട്ട് പെറ്റിഷൻ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ച് എതിർകക്ഷികളായ കേരള സർക്കാർ നോർക്ക വകുപ്പിനും കേരള ക്ഷേമനിധി ബോർഡിനും നോട്ടീസ് അയക്കാൻ ഉത്തരവായി. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജസ്റ്റിസ് C.S. ഡയസിന്റെ ബെഞ്ചാണ് ഉത്തരവിട്ടത്. കേസ് അവധിക്ക് ശേഷം ജൂൺ 13 വീണ്ടും പരിഗണിക്കും. 2009 കേരള പ്രവാസി ക്ഷേമ പദ്ധതി വകുപ്പ് 21 പ്രകാരം വരിസംഖ്യ കുടിശ്ശിക വരുത്തി പദ്ധതി അംഗത്വം നഷ്ടപ്പെടുത്തുന്ന പ്രവാസി മുടക്കം വരാനുള്ള കാരണങ്ങൾ യുക്തിസഹമായി ക്ഷേമനിധി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ ബോധ്യപ്പെടുത്തിയാൽ അംഗത്വം വീണ്ടെടുക്കാമെന്ന വ്യവസ്ഥയുണ്ട്. എന്നാൽ ഈ വ്യവസ്ഥ അവഗണിച്ചുകൊണ്ട് 62 വയസ്സ് പിന്നിട്ട ആർക്കും അംഗത്വം വീണ്ടും നൽകേണ്ടെന്ന 34ാമത് ബോർഡ് മീറ്റിംഗിലെ 17ാം നമ്പർ പ്രമേയത്തിലെ തീരുമാനത്തെയാണ് ഹർജി ചോദ്യം ചെയ്യുന്നത്. ബോർഡിന്റെ ഈ തീരുമാനത്തിനെതിരെ നോർക്ക പ്രിൻസിപ്പൽ സെക്രട്ടറിയും ക്ഷേമനിധി സിഇഒയും നേരിട്ട് കണ്ട് പ്രവാസി ലീഗൽ സെൽ നിവേദനം നൽകിയെങ്കിലും തീരുമാനം മാറ്റാൻ ബോർഡോ സർക്കാരോ തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ പ്രവാസി ലീഗൽ സെൽ തീരുമാനിച്ചത്. വിവരാവകാശ നിയമപ്രകാരം ബോർഡിൽ നിന്നും ലഭിച്ച രേഖകൾ പ്രകാരം കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 18,808 പ്രവാസികൾക്കാണ് വിവിധ കാരണങ്ങളാൽ ക്ഷേമനിധി അംഗത്വം നഷ്ടപ്പെട്ട് പെൻഷനുള്ള അവകാശം നഷ്ടമായത്. ഇതിൽ 282 പേർ 62 വയസ്സ് കഴിഞ്ഞ പ്രവാസികളാണ്. കോടതി ഉത്തരവ് അനുകൂലമായാൽ ക്ഷേമനിധി ബോർഡിന്റെ ചട്ടവിരുദ്ധമായ തീരുമാനപ്രകാരം അംഗത്വം നഷ്ടപ്പെട്ട 100 കണക്കിന് പ്രവാസികൾക്ക് അംഗത്വം പുനഃസ്ഥാപിച്ച് കിട്ടാനുള്ള സാഹചര്യമുണ്ടാകും. ചുരുങ്ങിയത് 5 വർഷമെങ്കിലും തുടർച്ചയായി വരിസംഖ്യ അടയ്ക്കുന്ന പ്രവാസികൾക്കും മടങ്ങി വന്ന പ്രവാസികൾക്കും 60 വയസ്സാകുന്ന മുറയ്ക്ക് പ്രതിമാസം 3,500 രൂപയും 3,000 രൂപയും നിരക്കിലാണ് ഇപ്പോൾ പെൻഷൻ നൽകി വരുന്നത്. ഇത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് സർക്കാരിന് ഉണ്ടാക്കി വെക്കുന്നതെന്ന് പ്രത്യക്ഷമായി തന്നെ ക്ഷേമ ബോർഡ് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് പരമാവധി പ്രവാസികളെ ചെറിയ പിശകുകൾ പോലും ചൂണ്ടിക്കാണിച്ച് ക്ഷേമനിധി പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ നിന്നും ഒഴിവാക്കുന്ന സമീപനമാണ് ഇപ്പോൾ ബോർഡ് കൈക്കൊണ്ടുവരുന്നത്. പ്രവാസികൾക്ക് അടിയന്തര ധനസഹായം നൽകുന്നതിന് ഒരു പ്രത്യേക നിധി സമാഹരിക്കണമെന്ന 2008 പ്രവാസി ക്ഷേമനിധി നിയമത്തിൽ വ്യവസ്ഥയുണ്ടെങ്കിലും നാളിതുവരെ അത്തരമൊരു നിധി സമാഹരിക്കാൻ ബോർഡിന് തയ്യാറായിട്ടില്ല. സർക്കാരിന്റെ ബജറ്റ് വിഹിതവും നോർക്ക റൂട്ട് സേവനങ്ങൾക്ക് അധിക സെസ്സും ഏർപ്പെടുത്തിയും സമ്പന്നരായ പ്രവാസികളിൽ നിന്നുള്ള സംഭാവനകളും ഉൾപ്പെടുത്തി നിധി ഉണ്ടാക്കിയാൽ അത് പ്രവാസികൾക്ക് മുടക്കമില്ലാതെ പെൻഷൻ ആനുകൂല്യങ്ങളും അടിയന്തര ധനസഹായങ്ങളും നൽകാൻ ബോർഡിനാകും. ഈ വിഷയം നിവേദനവുമായി പ്രവാസി ലീഗൽ സെൽ സർക്കാരിന് നൽകിയെങ്കിലും നാളിതുവരെ അത്തരമൊരു നീക്കം നടത്താൻ സർക്കാരോ ബോർഡോ തയ്യാറായിട്ടില്ല. ഹർജിക്കാർക്ക് വേണ്ടി അഭിഭാഷകരായ ജോസ് അബ്രഹാം, മനാസ് പി ഹമീദ്, ആർ മുരളീധരൻ, വിമൽ വിജയ്, റെബിൻ വിൻസെന്റ് എന്നിവർ കോടതിയിൽ ഹാജരായി. യേശുദേവന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി ബഹ്റൈനിലെ ക്രൈസ്തവ സമൂഹം ഓശാന പെരുന്നാൾ ആചരിച്ചു. ഈസ്റ്ററിന് മുൻപുള്ള ഞായറാഴ്ചയാണ് ഓശാന പെരുന്നാൾ അഥവാ കുരുത്തോല പെരുന്നാൾ എന്നറിയപ്പെടുന്നത്. യേശു കുരിശിലേറ്റപ്പെടുന്നതിന് മുൻപ് ജെറുസലേമേക്കുള്ള കഴുതുപുറത്തേറി വന്നപ്പോൾ ഒലിവ് മരച്ചില്ലകളും ഈന്തപ്പനിയോലകളും വഴിയിൽ വിരിച്ച് ഓശാന ഓശാന ദാവീദിന്റെ പുത്രന് ഓശാന എന്ന് പാടി ജനങ്ങൾ വരവേറ്റ സംഭവത്തെയാണ് അനുസ്മരിക്കുന്നത്. മനാമ തിരുഹൃദയത്തിലെ ഓശാന പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫ്രാൻസിസ് ജോസഫ് അച്ഛന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ ജോൺ ബ്രിറ്റോ, ഫാദർ ജേക്കബ് കല്ലുവിള, ഫാദർ നിക്കോൾസൺ, ഫാദർ വിക്ടർ പ്രകാശ്, ഫാദർ ഡാരിൽ ഫെർണാണ്ടസ്, ഫാദർ അന്തോണി അൽമസാൻ, ഫാദർ ജോസ് എഡ്വേർഡോ, ഫാദർ സെബാസ്റ്റ്യൻ ഐസക്, ഫാദർ സാബ്രാൻ മുഗൾ, ഫാദർ സരോജിത് മണ്ഡൽ, ഫാദർ അംബാഗ ഹഗെ ഫെർണാണ്ടോ എന്നിവർ സഹകർമ്മിത്വം വഹിച്ചു. ബഹ്റൈനിലെ എറണാകുളം നിവാസികളുടെ കൂട്ടായ്മയായ ഫെഡ് ബഹ്റൈൻ ഡ്രോയിങ് ആൻഡ് കളറിംഗ് മത്സരം സംഘടിപ്പിച്ചു. ബഹ്റൈനിലുള്ള എറണാകുളം നിവാസികളുടെ കുട്ടികൾക്കു വേണ്ടി BMC ഹാളിൽ വെച്ച് ഏപ്രിൽ 10 നടത്തിയ ഡ്രോയിങ് ആൻഡ് കളറിംഗ് മത്സരത്തിൽ ജൂനിയർ, സബ് ജൂനിയർ വിഭാഗങ്ങളിലായി 50ഓളം കുട്ടികൾ പങ്കെടുത്തു. ബഹ്റൈനിലെ പ്രശസ്ത ഡ്രോയിങ് അധ്യാപകനായ ഹരിദാസ് കുഞ്ഞച്ചൻ കുട്ടികൾക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും മത്സരം നിയന്ത്രിക്കുകയും ചെയ്തു. തുടർന്ന് ജനറൽ സെക്രട്ടറി സുനിൽ ബാബു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് സ്റ്റീവൻസൺ അധ്യക്ഷ പ്രസംഗം നടത്തി. ലേഡീസ് വിംഗ് സെക്രട്ടറി ജിഷ്ണ രഞ്ജിത്ത്, ലേഡീസ് വിംഗ് പ്രസിഡന്റ് നിക്സി ജെഫിൻ,
മെമ്പർഷിപ്പ് സെക്രട്ടറി ജയേഷ് ജയൻ, ജോയിന്റ് സെക്രട്ടറി സുജിത് കുമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രഞ്ജിത്ത് രാജു, ജിജേഷ്, കാർലിൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഏപ്രിൽ 25-ന് BMC ഹാളിൽ വെച്ച് നടക്കുന്ന ഫെഡ്, ഈസ്റ്റർ, ഈദ്, വിഷു പ്രോഗ്രാമിൽ വെച്ച് വിജയികളെ പ്രഖ്യാപിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശൂരനാട് രാജശേഖരന്റെ വിയോഗത്തിൽ OICC കൊല്ലം ജില്ലാ കമ്മിറ്റി അനുശോചന യോഗം സംഘടിപ്പിച്ചു. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമായിരുന്ന ഡോക്ടർ ശൂരനാട് രാജശേഖരന്റെ വിയോഗത്തിൽ OICC കൊല്ലം ജില്ലാ കമ്മിറ്റി അനുശോചന യോഗം സംഘടിപ്പിച്ചു. ആക്ടിംഗ് പ്രസിഡന്റ് നാസർ തൊടിയൂരിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വില്യം ജോൺ സ്വാഗതം ആശംസിച്ചു. അനുസ്മരണ യോഗം OICC മിഡിൽ ഈസ്റ്റ് കൺവീനർ രാജു കല്ലുംപുറം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത നേതാവായിരുന്നു ഡോക്ടർ ശൂരനാട് രാജശേഖരനെന്ന് രാജു കല്ലുംപുറം അനുസ്മരിച്ചു. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനയിലൂടെ ഉയർന്നു വന്ന അദ്ദേഹത്തിന് പത്രപ്രവർത്തകനായും എഴുത്തുകാരനായും ശോഭിക്കാൻ സാധിച്ചിരുന്നു. പാർട്ടിയിൽ നിരവധി പദവികൾ അലങ്കരിച്ച അദ്ദേഹം ജില്ലയിൽ പാർട്ടിയെ വളർത്തുന്നതിൽ വഹിച്ച പങ്കിനെയും യോഗം അനുസ്മരിച്ചു. ദേശീയ ആക്ടിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ, ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മനു മാത്യു, സയ്യിദ് MS, ദേശീയ വൈസ് പ്രസിഡന്റുമാരായ നസീം തൊടിയൂർ, ജവാദ് വക്കം, OICC ജില്ലാ പ്രസിഡന്റുമാരായ മോഹൻകുമാർ, സൽമാനുൽ ഫാരിസ്, അലക്സ് മഠത്തിൽ, ഷിബു ബഷീർ, ജോയ് ചുനക്കര, കുഞ്ഞഹമ്മദ് തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. OICC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി റോയ് മാത്യു നന്ദി രേഖപ്പെടുത്തി സംസാരിച്ചു. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. കൊയിലാണ്ടിക്കൂട്ടം അവാലി കാർഡിയാക് സെന്ററിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊയിലാണ്ടിക്കൂട്ടം ബഹ്റൈൻ ചാപ്റ്റർ അവാലിയിലെ മുഹമ്മദ് ബിൻ ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ സ്പെഷ്യലിസ്റ്റ് കാർഡിയാക് സെന്ററിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് അത്യാവശ്യമായി രക്തം ആവശ്യമുണ്ടെന്ന അവാലി ബ്ലഡ് ബാങ്കിലെ അറിയിപ്പ് പ്രകാരം കൊയിലാണ്ടിക്കൂട്ടം ഒരുക്കിയ ക്യാമ്പിൽ 40ഓളം പേര് രക്തം നൽകി. ചെയർമാൻ KT സലീം, ജനറൽ സെക്രട്ടറി ഹനീഫ് കടലൂർ, ട്രഷറർ നൌഫൽ നന്ദി, ക്യാമ്പ് കോർഡിനേറ്റർ ഹരീഷ് PK, വർക്കിംഗ് പ്രസിഡന്റ് രാകേഷ് പൗർണമി, വർക്കിംഗ് സെക്രട്ടറി അരുൺ പ്രകാശ്, ചാരിറ്റി കൺവീനർ ഇല്യാസ് കൈനോത്ത്, മീഡിയ കൺവീനർ ഷിഹാബ് പ്ലസ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ജബ്ബാർ കുട്ടീസ്, ആബിദ് കുട്ടീസ്, ഷഹദ് PV, വനിതാ വിഭാഗം കൺവീനർ ആബിദ ഹനീഫ്, അംഗങ്ങളായ ഷംന ഗിരീഷ്, അരുണിമ രാകേഷ്, സിന്ദ ഇല്യാസ് എന്നിവർ നേതൃത്വം നൽകി. രക്തദാന ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഭാരവാഹികളും ബ്ലഡ് ബാങ്ക് അധികൃതരും നന്ദി രേഖപ്പെടുത്തി. ബഹ്റൈൻ നവകേരളയുടെ ടോക്ക് ഷോയും സംവാദവും ശ്രദ്ധേയമായി.
ബഹ്റൈൻ നവകേരളയുടെ ആഭിമുഖ്യത്തിൽ സമകാലിക ഇന്ത്യയിലെ സാംസ്കാരിക അധിനിവേശങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ ടോക്ക് ഷോയും സംവാദവും ശ്രദ്ധേയമായി മാറി. നരേന്ദ്ര ദാബോർക്കറിന്റെയും ഗോവിന്ദ് പൻസാരുടെയും ഗൗരി ലങ്കേഷിന്റെയും ഒക്കെ കൊലപാതകങ്ങളിൽ തുടങ്ങി എമ്പുരാൻ സിനിമാ വിവാദവും വഖഫ് ബിൽ വരെയുള്ള സാംസ്കാരിക അധിനിവേശങ്ങൾ ചർച്ച ചെയ്ത് സംഘടനാ പ്രതിനിധികൾ വ്യത്യസ്തമായ നിലപാടുകൾ വ്യക്തമാക്കി. ടോക്ക് ഷോയും സംവാദവും രാജ്യം നേരിടുന്ന കടുത്ത വെല്ലുവിളികൾക്കെതിരെ ജനാധിപത്യ മതേതര ബദലിന് ആഹ്വാനം ചെയ്തും നിരപേക്ഷ കക്ഷികളുടെ ഐക്യം ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം ഊട്ടിയുറപ്പിച്ചുമായിരുന്നു ടോക്ക് ഷോ അവസാനിപ്പിച്ചത്. SV ബഷീർ മോഡറേറ്ററായ ടോക്ക് ഷോയിൽ ബഹ്റൈനിലെ വിവിധ കലാ, സാഹിത്യ, രാഷ്ട്രീയ, സാംസ്കാരിക സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. ഡൽഹിയിൽ ശക്തമായ മഴയും പൊടിക്കാറ്റും, ഒരാൾ മരിച്ചു, താറുമാറായി വ്യോമഗതാഗതം. ഡൽഹിയിൽ ശക്തമായ മഴയും പൊടിക്കാറ്റും. ഡൽഹിയിലെ മധുവിഹാർ PS പ്രദേശത്ത് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ മതിൽ പൊടിക്കാറ്റിൽ ഇടിഞ്ഞു വീണ് ഒരാൾ മരിക്കുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ മുതൽ ആരംഭിച്ച പൊടിക്കാറ്റിൽ പ്രദേശത്തെ വ്യോമഗതാഗതം താറുമാറായി. കുറഞ്ഞത് 205 വിമാന സർവീസുകൾ വൈകുകയും 50ഓളം വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയും ചെയ്തു. ഇതോടെ ഡൽഹി വിമാനത്താവളത്തിലെ യാത്രക്കാർ അനിശ്ചിതത്വത്തിലായി. വിമാനത്താവളത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നാടൊരുങ്ങി സമൃദ്ധിയുടെ വിഷുനാളിനായി. വിഷുവിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആഘോഷ പ്രതീതിയിലാണ് നാടും നഗരവും. വിഷുക്കണി ഒരുക്കാനും വിഷുക്കോടി വാങ്ങാനും ഒക്കെയായി നഗരത്തിലെ പച്ചക്കറി കടകളിലും തുണിക്കടകളിലും തിരക്കേറിയിട്ടുണ്ട്. ആഘോഷങ്ങൾ ഗംഭീരമാക്കാൻ കുട്ടികളും മുതിർന്നവരും എല്ലാവരും ചേർന്ന് കുടുംബസമേതമാണ് കടകളിലേക്ക് എത്തുന്നത്. കണിയൊരുക്കുമ്പോൾ വയ്ക്കുന്ന പച്ചക്കറികളും വിപണി കീഴടക്കി കഴിഞ്ഞു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.